ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാറ്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ SCERT 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോകത്തിൻ്റെ നെറുകയിൽ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂരദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഈ നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്കുഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ടു തെക്കായി ഫലഭൂഷ്ടിയും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരപ്രദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെയാണ്? വടക്ക് ഭാഗത്ത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശമാണുള്ളത്. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ മരുപ്രദേശവും മധ്യഭാഗത്ത് പീഠഭൂമിയാണുള്ളത്. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായിട്ടുള്ള തീരപ്രദേശങ്ങളും ദ്വീപസമൂഹവും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ടെന്നും പറഞ്ഞു വെച്ചു. ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വടക്ക് ഭാഗത്തായിട്ട് ഉത്തരപർവ്വത മേഖലയും ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സമതല പ്രദേശവും പടിഞ്ഞാറ് ഭാഗത്ത് മരുപ്രദേശവും അതുപോലെ മധ്യഭാഗത്തായിട്ട് വിശാലമായിട്ടുള്ള പീഠഭൂമിയുമുണ്ട്. കിഴക്കും പടിഞ്ഞാറും ഭാഗത്താണ് തീരദേശങ്ങളും ദ്വീപസമൂഹങ്ങളും ഉള്ളത്. അപ്പോൾ ബാക്കി ഭാഗം നോക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഭൗതിക ഭൂപടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയും ഉത്തരേന്ത്യൻ സമതലങ്ങളും അതുപോലെ ഉപദ്വീപീയ പീഠഭൂമി, നദികൾ ഒക്കെ കാണാനാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ബാക്കി ഭാഗം പഠിക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണെന്ന കാര്യം ഓർത്തു വെക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വതനിരകളാണ് കുൻലുൻ, ടിയാൻഷാൻ, ഹിന്ദുകുഷ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വതനിരകളാണ് കുൻലുൻ, ടിയാൻഷാൻ, ഹിന്ദുകുഷ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ്. എന്തൊക്കെയാണ് പഠിച്ചത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പഠിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ബാക്കി ഭാഗം നോക്കാം. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കുപർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 ആയി തിരിച്ചിരിക്കുന്നു.
അപ്പം ഉത്തരപർവ്വത മേഖലയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. അതുപോലെ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വത നിരകളാണ് ഉത്തരപർവ്വത മേഖലയിലുള്ളത്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ടാണ് വടക്കു പർവ്വതങ്ങൾ രൂപപ്പെട്ടുള്ളത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നു. 2400 കിലോമീറ്ററാണ് ഉത്തരപർവ്വത മേഖലയുടെ നീളം. വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. പിന്നെന്താ പഠിച്ചത്? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അടുത്തത് മടക്കു പർവ്വതങ്ങൾ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് വലനം എന്നറിയപ്പെടുന്നത്. വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് വലനം അല്ലെങ്കിൽ ഫോൾഡിംഗ്. മടക്കു പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സ് പർവ്വത നിരകളും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ അറിയപ്പെടുന്നത് പർവ്വതങ്ങൾ എന്നാണ്. ഇവിടെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഹിമാലയ പർവ്വത നിരകളുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. എന്താ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മലനിരകളാണ് പർവ്വത നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയും കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്നത് നാഗ കുന്നുകൾ, പട്കായ് ബൂം, ഗാസി, ഗാരോ, ജയന്തിക കുന്നുകൾ എന്നിവയാണ്. ഒന്നുകൂടെ പറയാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മലനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കും കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ പൂർവാചൽ കുന്നുകളിൽ ഉൾപ്പെടുന്ന മലനിരകളാണ് നാഗ കുന്നുകൾ, പട്കായ് ബൂം, ഗാസി, ഗാരോ, ജയന്തിക കുന്നുകൾ. ബാക്കി ഭാഗം നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഉയരം 3000 മീറ്ററാണ്. 965 കിലോമീറ്റർ നീളമുണ്ട്. വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. കാരക്കോറം പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ 3 സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം. അപ്പം ഹിമാലയം ഉൾപ്പെടുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 സമാന്തര പർവ്വതങ്ങൾ ചേർന്നതാണ് ഹിമാലയം. ബാക്കി ഭാഗം നോക്കാം. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം
60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ പർവ്വതനിരയാണ് സിവാലിക് പർവ്വതനിര. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ സിവാലിക് പർവ്വതനിര അറിയപ്പെടുന്നത് ഔട്ടർ ഹിമാലയം എന്നാണ്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് സിവാലിക്കിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പർവ്വതനിരയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശ ഉയരം എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. ഹിമാചലിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാദ്രിയെ പറ്റിയാണ്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതനിരകളാണ് ഹിമാദ്രി. ലോകത്തിൻ്റെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ മലനിരകളിലാണ്. അപ്പോൾ ഹിമാദ്രിയെ പറ്റി എന്താ പഠിച്ചത്? ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്ന് 6100 മീറ്ററിന് മുകളിലാണ് ഈ ഹിമാദ്രിയുടെ ഉയരം. അതുപോലെ ഏകദേശം 25 കിലോമീറ്ററാണ് വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഇനി ശിലാമണ്ഡല ഫലകങ്ങളെ പറ്റി പഠിക്കാം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പോൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ്. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ പിറവി. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കാൻ കാരണം എന്താണ്? ഭൗമശിലാപാളികളുടെ ചലനമാണ്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നാണ് ഹിമാലയം. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കാൻ കാരണം ഭൗമശിലാപാളികളുടെ ചലനമാണ്. അതുപോലെ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന അവസ്ഥയാണ് അസ്തനോസ്ഫിയർ. 3 തരം ഫലക അതിരുകളാണുള്ളത്. അവയാണ് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമ എന്നാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ്. എന്നാൽ വിയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളും ഛേദക സീമയിൽ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളുമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 3 തരം ഫലക അതിരുകളാണുള്ളത്. ഒന്ന് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളും വിയോജക സീമയിൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളും ഛേദക സീമയിൽ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളുമാണ് ഉള്ളത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ട് ശിലാപാളികൾക്കിടയിൽ ഒരു ഫോൾഡിംഗ്, അതായത് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കു പർവ്വതങ്ങൾ.
ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെഡിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നാണ്. 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ടു നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെഡിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്ന് രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയം. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് സംയോജക സീമ ഫലക അതിരിലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. അടുത്തത് ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പം ഗിരികന്ധരങ്ങൾ എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ആഴമേറിയ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികളാണ് ഹിമാലയ പർവ്വത നിരകൾക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതങ്ങൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. ഇവയാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹിമാലയത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം, 2 മധ്യ ഹിമാലയം, 3-മത്തേത് കിഴക്കൻ ഹിമാലയം. ഹിമാലയത്തിന്റെ പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ഇനി പഠിക്കാനുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി നദികൾക്കിടയിലാണ്. മധ്യ ഹിമാലയമാണെങ്കിൽ കാളി, ടീസ്റ്റ നദികൾക്കിടയിലും കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര നദികൾക്കിടയിലുമാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളുമാണ്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. അവയാണ് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഹിമാലയത്തിന്റെ പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് പിന്നീട് പഠിച്ചത്. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു, കാളി നദികൾക്കിടയിലും മധ്യ ഹിമാലയം കാളി, ടീസ്റ്റ നദികൾക്കിടയിലും കിഴക്കൻ ഹിമാലയം ടീസ്റ്റ, ബ്രഹ്മപുത്ര നദികൾക്കിടയിലുമാണ്. ബാക്കി ഭാഗം നോക്കാം. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി എന്ന് പറയുന്നത് ഗാഗ്ര നദിയുടെ പോഷക നദിയാണ്. കാളി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. ഇവിടെ പറഞ്ഞത് പടിഞ്ഞാറൻ ഹിമാലയം ഉൾപ്പെടുന്നത് ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വര വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം ഉൾപ്പെടുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കാശ്മീർ ഹിമാലയവും, ഹിമാചൽ ഹിമാലയവും, ഉത്തരാഖണ്ഡ് ഹിമാലയവുമാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ എന്നിവ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 അറിയപ്പെടുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം 8611 മീറ്റർ ആണ്. മൗണ്ട് കെ2 കാറക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ ഹിമാലയം ഒന്നുകൂടെ പറയാം. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയൻ പ്രദേശമാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്.
നീളം 700 കിലോമീറ്ററും കാശ്മീർ ഹിമാലയത്തിൻ്റെ വീതി 500 കിലോമീറ്ററുമാണ്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞതാണ് കാശ്മീർ ഹിമാലയം. അതുപോലെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയായിരുന്നു? കാറക്കോറം, സസ്കർ, ലഡാക്ക്, പിർപാഞ്ചൽ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു അറിയപ്പെടുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം 8611 മീറ്ററാണ്. കാറക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ ഹിമാലയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പം സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയവ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണെന്ന് പഠിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ഇനി ചുരങ്ങളെ പറ്റി പഠിക്കാം. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. പിർപാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിനും ബോൾട്ടോറോയും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിൽ വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് ഉണ്ടാവാൻ കാരണം ഈ ഹിമാനികളാണെന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. പിന്നെ പഠിച്ചത് ചുരങ്ങളെ പറ്റിയാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ബാക്കി ഭാഗം നോക്കാം. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ദാൽ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. ദാൽ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ. ബാക്കി ഭാഗം നോക്കാം. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. മർഗുകൾക്ക് ഉദാഹരണമാണ് സോൺമർഗും ഗുൽമർഗും. നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നായി തരംതിരിച്ചിരുന്നു. ഒന്ന് കാശ്മീർ ഹിമാലയവും, ഹിമാചൽ ഹിമാലയവും, ഉത്തരാഖണ്ഡ് ഹിമാലയവും. അതിലെ കാശ്മീർ ഹിമാലയമാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ഹിമാചൽ ഹിമാലയ. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാധർ, പിർപാഞ്ചൽ എന്നിവ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ്താൽ എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ചാല ചുരം കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന റോത്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. ഒന്നുകൂടെ പറയാം. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. അതുപോലെ പർവ്വതനിരകൾ ധൗളാധറും പിർപാഞ്ചലുമാണ്. ഇവിടെ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളാണ് ചന്ദ്രതാലും സൂരജ്താലും. ഹിമാചൽ ഹിമാലയത്തിലെ ചുരങ്ങളാണ് ബാരാലച്ച ചുരവും റോത്താങ് ചുരവും. ബാരാലച്ചാല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയുമാണ്. ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചാല ചുരം. റോത്താങ് ചുരം ബന്ധിപ്പിക്കുന്നത് കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമാണ്. ബാക്കി ഭാഗം നോക്കാം. കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും
മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂടുനീരുറവകൾ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കുന്നത് ചുടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെ. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചുടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചുടുനീരുറവകൾ കാണാം. ഉദാഹരണം നുംബ്ര താഴ്വര, മണികരൺ, ഗിർഗംഗ. ചുടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ചുടുനീരുറവയുടെ ഉത്ഭവം എങ്ങനെയാണ്? മഴവെള്ളം ഭൂമിക്കടിയിൽ ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകും. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിലേക്ക് ഉറവകളായിട്ട് എത്തുന്നു. ഹിമാലയ പർവ്വതത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും ധാരാളം ചൂടുനീരുറവകൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് നുംബ്ര താഴ്വര, മണികരൺ, ഗീർഗംഗ എന്നിവ. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന് എക്സാമ്പിളാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവ. ഇനി നമ്മൾ പഠിക്കുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയൻ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറു ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിത്താൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പം നമ്മൾ പഠിച്ചത് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയൻ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമവോൺ ഹിമാലയം എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഉയരമേറിയ കൊടുമുടികളാണ് നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് എന്നിവ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഹിമാനികളാണ് ഗംഗോത്രി ഹിമാനിയും യമുനോത്രി ഹിമാനിയും. ശുദ്ധജല തടാകങ്ങളാണ് നൈനിത്താലും ഭീംതാലും. ബാക്കി ഭാഗം നോക്കാം. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണം ദയാര ബുഗ്യാൽ, ഗോൾസോൺ ബുഗ്യാൽ. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഡൂണാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. അതുപോലെ ഉത്തരാഖണ്ഡ് മേഖലയിലെ ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്. ബുഗ്യാലുകൾക്ക് ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. ബാക്കി ഭാഗം നോക്കാം. ബുഗ്യാലും ആട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിൽ ബുഗ്യാൽ എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ചപ്പുതപ്പ് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുല്ലുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങളൊരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കും ഇടയന്മാരുടെ കാലിക ദേശാടനത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പഠിക്കാനുള്ളത് ഹിമാലയത്തിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കുമിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ
ഗഡ്വാൾ മേഖലയിൽ അറിയപ്പെടുന്നത് ബുഗ്യാൽ എന്നാണ്. അത് ഓർത്തു വെക്കണം. അതുപോലെ ബുഗ്യാലുകൾ കാണപ്പെടുന്നത് ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. അതുപോലെ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ്, വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനം അറിയപ്പെടുന്നത് ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ്. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനം അറിയപ്പെടുന്നത് ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ SCERT 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ബാക്കി പകുതി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.